Hi dear students, once again welcome back to Regional Learning Channel. നാളത്തെ സോഷ്യോളജി പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സോഷ്യോളജിയെക്കുറിച്ചുള്ള മുന്നറിവ്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യോളജി ആൻഡ് ദ പ്രയർ നോളജ് അബൌട്ട് സോഷ്യോളജി. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പഠിച്ചൊരു ചോദ്യമാണ്. സെൽഫ് റിഫ്ലെക്സിവിറ്റി ഒരു 2 മാർക്കിന് എന്തായാലും ചോദിക്കും. സ്വയം പ്രതിഫലനം അല്ലെങ്കിൽ ആത്മപ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി. ദെൻ തേർഡ് ക്വസ്റ്റ്യനാണ് സോഷ്യൽ മാപ്പ്, അല്ലെങ്കിൽ എന്താണ് കോമൺ സെൻസ് മാപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ മാപ്പും കോമൺ സെൻസ് മാപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്ത്. ഈ 3 ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ദ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാപരമായിട്ടുള്ള ഘടന, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ജനസംഖ്യാശാസ്ത്രം, അത് എത്ര തരം ഉണ്ട്, വാട്ട് ഈസ് ഡെമോഗ്രഫി, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഒരു 2 അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു 4 മാർക്കിന് ഈ ചോദ്യം വരാം. ദെൻ 100% ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് തിയറീസ് ഓഫ് ഡെമോഗ്രഫി, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം. 2 സിദ്ധാന്തമാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഒന്ന് മാൽത്തൂസിയൻ തിയറി, മറ്റൊന്ന് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. അതായത് മാൽത്തൂസിൻ്റെ സിദ്ധാന്തവും ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. ഇതിലേതെങ്കിലും ഒന്ന് ഷുവറായിട്ട് ചോദിക്കും. കൂടുതലായിട്ട് മാൽത്തൂസ് തിയറി ചോദിക്കാനാണ് ചാൻസ്. അതൊരു എസ്സേ തന്നെ വരും. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളൊരു എസ്സേ പ്രതീക്ഷിക്കേണ്ട ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റു ക്വസ്റ്റ്യൻസാണ് കോമൺ കോൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, പൊതുവായ ആശയങ്ങളും സൂചകങ്ങളും. അതായത് എന്താണ് ബർത്ത് ഡേറ്റ്, എന്താണ് ഡെത്ത് റേറ്റ്, എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ തന്നെ എന്താണ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്. ദെൻ അതേപോലെ തന്നെ എന്താണ് ജനനനിരക്ക്, എന്താണ് മരണനിരക്ക്, എന്താണ് ഫലഭൂഷ്ഠിത നിരക്ക്. ഇങ്ങനത്തെ കുറച്ച് കോമൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അതിൽ പഠിക്കാനുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ. ഇതിൽ നിന്ന് എന്തായാലും ഒരു 3-4 കോമൺ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങൾ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടത് പഠിച്ചു വെക്കുക. എന്നിരുന്നാലും എന്താണ് ശിശുമരണ നിരക്ക്, എന്താണ് മാതൃമരണ നിരക്ക്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ എന്താണ് സെക്സ് റേഷ്യോ, ലിംഗ അനുപാതം അഥവാ സ്ത്രീ പുരുഷ അനുപാതം എന്നാൽ എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നമുക്ക് പഠിച്ചിരിക്കണം. ഇനി നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. തേർഡ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ജാതി സംബന്ധമായ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ, പാസ്റ്റ് കാലഘട്ടത്തിൽ, ഭൂതകാലഘട്ടത്തിൽ ജാതി എങ്ങനെയാണ്, അതേപോലെ തന്നെ പ്രസൻറ്റ് കാലഘട്ടത്തിൽ ജാതി എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്, ഗോത്ര സമൂഹത്തിൻ്റെ വർഗീകരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ടും ഈ ചോദ്യം പഠിച്ചിരിക്കണം. ദെൻ അതേപോലെ തന്നെ ദേശീയ വികസനവും ഗോത്രവർഗ വികസനവും ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോംസ് ഓഫ് ഫാമിലി, കുടുംബത്തിൻ്റെ രൂപങ്ങൾ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അതൊരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ എന്തായാലും വരും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡോമിനൻ്റ് കാസ്റ്റ്, പ്രബല ജാതി. അതൊരു 100% വരുന്ന ചോദ്യമാണ്, ഒരിക്കലും അത് വിട്ടുപോരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ട്രൈബൽ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, മറ്റൊന്ന് ഡോമിനൻ്റ് കാസ്റ്റാണ്. നാലാമത്തെ ചാപ്റ്ററാണ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കമ്മോഡൈസേഷൻ ആൻഡ് കൺസപ്ഷൻ, വസ്തുവൽക്കരണം അഥവാ ചരക്കുവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്ത്, അതേപോലെ തന്നെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്ത്. പിന്നെ ആഗോളവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഷോർട്ട് എസ്സേ ആണ്, ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ദെൻ അതേപോലെ തന്നെ വെർച്വൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ അതേപോലെ തന്നെ ഉദാരവൽക്കരണത്തെക്കുറിച്ചുള്ള സംവാദം, അതായിട്ട് ബന്ധപ്പെട്ടും ഒരു ചോദ്യം വരും. പിന്നെ നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആൽഫ്രഡ് ഗെല്ലിൻ്റെ ദൊരേ മാർക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യം. ഇതെന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. ദൊരേ മാർക്കറ്റിൻ്റെ രൂപരേഖ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഇനി 5ാമത്തെ ചാപ്റ്റർ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സാമൂഹിക ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്. അതേപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരും, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ. ആദിവാസി സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. ദെൻ അതേപോലെ തന്നെ സ്ട്രഗിൾ ഫോർ വുമൺ ഈക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവരുടെ തുല്യതക്കും അവകാശക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ.
ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദ സ്ട്രഗിൾ ഫോർ ദ ഡിസേബിൾഡ്, അതായത് വികലാംഗരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സമരങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളൊക്കെ. ഇപ്പോൾ ഒന്നുകിലോ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ വികലാംഗരായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് സോഷ്യൽ എക്സ്ക്ലൂഷനായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ചാപ്റ്റർ നമ്പർ 6 ആണ് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷൻ ആൻഡ് നാഷൻ സ്റ്റേറ്റ്. എന്താണ് നാഷൻസ്, അതേപോലെ തന്നെ എന്താണ് നാഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ മറ്റൊന്നാണ് അസിമിലേഷൻ ഇൻറ്റഗ്രേഷൻ പോളിസികളെക്കുറിച്ച് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ദെൻ കൾച്ചർ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യ നാഷൻ സ്റ്റേറ്റ്, അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഇന്നത്തെ കറണ്ടായിട്ടുള്ള സമകാലികമായിട്ടുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ദെൻ എന്താണ് കമ്മ്യൂണലിസം, അതേപോലെ തന്നെ എന്താണ് സെക്യുലറിസം, വർഗീയത, അതേപോലെ തന്നെ മതേതരത്വം. ഇത് തമ്മിൽ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഷോർട്ട് എസ്സേ ആയിരിക്കും മിക്കവാറും സെക്യുലറിസം അല്ലെങ്കിൽ കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ട് വരിക, അല്ലെങ്കിൽ 2 മാർക്കിന് അതിൻ്റെ നിർവചനം എഴുതാൻ വേണ്ടിയും ചോദിക്കും. നമ്മുടെ പാർട്ട് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ട്രക്ചറൽ ചേഞ്ച്, 8ാമത്തെ ചാപ്റ്റർ. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ റൂൾ, അതായത് കൊളോണിയലിസത്തിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ പ്രത്യാഘാതം, ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ദെൻ മറ്റൊന്നാണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ വ്യാവസായിക വൽക്കരണം. നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ, അതായത് സാംസ്കാരിക മാറ്റം, ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട പ്രധാനമായിട്ടും 3 ചോദ്യമാണ്. 2 ഷോർട്ട് എസ്സേയും ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. അതൊന്ന് സാൻസ്ക്രിറ്റൈസേഷൻ, അതേപോലെ തന്നെ മോഡേണൈസേഷൻ, എന്താണ് സംസ്കൃതവൽക്കരണം, അതേപോലെ തന്നെ എന്താണ് ആധുനികവൽക്കരണം, അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് എസ്സേ നമ്മൾ പ്രതീക്ഷിക്കാം. ദെൻ ഡീസാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നിന്ന് വൺ വേർഡുകളും മാച്ച് ദ ഫോളോയിങ്ങും ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് 10ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്, പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. 100% ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതേപോലെ തന്നെ പഞ്ചായത്തി രാജ് ഇൻ ട്രൈബൽ അഫയേഴ്സ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആദിവാസി മേഖലയിലുള്ള പഞ്ചായത്തി രാജായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഒരു 100% ഷുവർ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് പ്രഷർ ഗ്രൂപ്പ്, എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ ഈ പറയുന്ന 3 ചോദ്യവും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതായത് 100% ഷുവറായിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇനി പറയുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് ലാൻഡ് റിഫോംസ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരിയഡ്, കൊളോണിയൽ കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ ആഘാതം അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഷുവർ എസ്സേ ആണ് ദ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ കോൺസിക്വൻസസ്, ഹരിത വിപ്ലവവും അതിൻ്റെ സാമൂഹിക ആഘാതങ്ങളും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനാണ് സർക്കുലേഷൻ ഓഫ് ലേബർ, തൊഴിൽ ചംക്രമണം. 12ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഷോർട്ട് എസ്സേയും അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും കൂടുതൽ വരുന്ന ഒരു ചാപ്റ്ററാണ് വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യവസായത്തിലെ മാറ്റവും. ദെൻ എന്താണ് ഔട്ട്സോഴ്സിങ്, പുറംകരാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ടൈം സ്ലേവറി, സമയാടിമത്തം. ദെൻ സ്ട്രൈക്ക് ആൻഡ് യൂണിയൻ, ഈ സ്ട്രൈക്ക് ആൻഡ് യൂണിയനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോർട്ടേജ് നമുക്ക് പ്രതീക്ഷിക്കാം, സമരങ്ങളും യൂണിയനുകളും. നമ്മൾ 13ാമത്തെ ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളൊരു 100% പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ദ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത അളവുകൾ. അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്, അതെന്തായാലും പഠിച്ചിരിക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, ആഗോളവൽക്കരണവും സംസ്കാരവും, ജെൻഡർ ആൻഡ് കൾച്ചർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ലിംഗവും അതേപോലെ തന്നെ സംസ്കാരവും. താരതമ്യേന എളുപ്പമുള്ളൊരു ചാപ്റ്ററും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ബഹുജന മാധ്യമവും വിനിമയവും, ദ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, 14ാമത്തെ ചാപ്റ്റർ. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മീഡിയ, ആഗോളവൽക്കരണവും മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ടേജ് നമ്മൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇനി ഞാൻ പറയുന്ന 3 ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 ചോദിക്കാം. ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രിൻറ്റ് മീഡിയ, ഗ്ലോബലൈസേഷൻ ആൻഡ് ടെലിവിഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് റേഡിയോ, ആഗോളവൽക്കരണവും അച്ചടി മാധ്യമവും ആഗോളവൽക്കരണവും അതേപോലെ തന്നെ ടെലിവിഷനും ആഗോളവൽക്കരണവും റേഡിയോയും. കൂടുതലായിട്ടും റേഡിയോയും പ്രിൻറ്റ് മീഡിയയാണ് കൂടുതലും വർഷങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിത് 3 പഠിക്കണം. എന്നാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്കത് സ്കോർ ചെയ്യാം. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്ററാണ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻ്റ് ആണ് ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.
അതായത് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ ഒരു 100% നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. ദെൻ മറ്റൊന്നാണ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹ്യശാസ്ത്രവും സാമൂഹിക പ്രസ്ഥാനങ്ങളും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, സാമൂഹിക പ്രസ്ഥാനത്തിന് വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്. ദെൻ ദളിത് മൂവ്മെൻറ്റ്, ട്രൈബൽ മൂവ്മെൻറ്റ്, ദളിത് പ്രസ്ഥാനവും ആദിവാസി പ്രസ്ഥാനങ്ങളും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക.